ഹായ് ക്രിയേറ്റേഴ്സ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ AI തംബ്നെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ AI യൂസ് എന്നുള്ള ഭാഗത്ത് യെസ് കൊടുക്കേണ്ടതുണ്ടോ? ഈ ഒരു ചോദ്യം ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ടും നേരിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ള ഭാഗം ഇപ്പൊ മാറി AI യൂസ് എന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ യെസ് നോ എന്ന് രണ്ട് ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കുള്ള ഒരു സംശയം എന്താണ്? നമ്മൾ കണ്ടന്റിലല്ലാതെ വീഡിയോയിലല്ലാതെ നമ്മളൊരു തംബ്നെയിൽ യൂസ് ചെയ്യുമ്പോൾ AI ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ AI യൂസ് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംശയമാണെന്ന് പറയാം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ പേര് മാറിയിട്ടുണ്ട്, ആൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ളത് AI യൂസ് എന്നായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ഇതല്ലാത്ത സംശയം എപ്പോഴാണ് ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പരാമർശിക്കാത്ത അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ആ ഒരു ലിങ്കിൽ പറയാത്ത നല്ലൊരു സംശയമാണ് ഈ ഒരു സംശയം. അതായത് AI യൂസ് എന്നുള്ള ഭാഗത്ത് തംബ്നെയിൽ AI ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊടുക്കണോ എന്നുള്ളത്. അപ്പൊ ഇത് ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല അഭിപ്രായമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ യൂട്യൂബുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കുമ്പോൾ അവർ കൃത്യമായിട്ടുള്ളൊരു ആൻസർ പറയുന്നില്ല. അവര് അത് നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അവിടെയും ഇവിടെയും തൊടാതെയാണ് പറയുന്നത്. എന്നാൽ പല ആർട്ടിക്കലും ഇത് യെസ് കൊടുക്കേണ്ടതില്ല, നോ എന്ന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ആണ് ഏത് കൊടുക്കണമെന്ന്. അപ്പൊ നമുക്ക് ആ ഒരു ആർട്ടിക്കിൾ മൊത്തം അല്ലെങ്കിൽ ഇവർ തന്നിട്ടുള്ള ലിങ്കിൽ മൊത്തം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? കണ്ടന്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് അവര് ഇതിൽ ഏതൊക്കെ കൊടുക്കണം കൊടുക്കണ്ട എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്കറിയാം അവിടെ യെസ് കൊടുക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ വീഡിയോയിൽ യഥാർത്ഥ വ്യക്തി അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ AI ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, യഥാർത്ഥ സംഭവം നടന്ന സംഭവം അതിൽ നമ്മൾ AI ഉപയോഗിച്ച് വീണ്ടും മാറ്റം വരുത്തുകയാണ്, സംഭവിക്കാത്ത കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്യാണ്. യഥാർത്ഥ ഒരു സംഭവം തന്നെ ഒരു വീഡിയോ ആണ്, അതിലേക്ക് നമ്മൾ കുറെ ആൾട്ടർ ചെയ്തിട്ട് മാറ്റം വരുത്തുമ്പോൾ അതിനും യെസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തത്, നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് തോന്നിപ്പിക്കുന്ന, യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ കാര്യം, പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ച പോലെ AI ഉപയോഗിച്ച് ചെയ്യുമ്പോഴും കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മെയിൻ ആയിട്ട് അവർ ഈ പറഞ്ഞ കാര്യത്തിൽ വീഡിയോന്റെ ഉള്ളിലെ കണ്ടന്റിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. AI തംബ്നെയിലിനെ യൂസ് പറ്റിയിട്ടല്ല അവർ ഈ പറയുന്നത് മൊത്തം അതിൽ നമ്മളെ കണ്ടന്റിനെ കുറിച്ചാണ്. ഇനി നമ്മൾ നേരെ ഓപ്പോസിറ്റ്, അതായത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഏതിലൊക്കെയാണ്? നമ്മുടെ കണ്ടന്റിൽ എന്തെങ്കിലും മാറ്റം ചെറിയ രീതിയിലുള്ള നമ്മളെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക, നോയ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ഓഡിയോയിൽ മാറ്റം വരുത്താം. ഇങ്ങനെ വീഡിയോന്റെ ഉള്ളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോ കൊടുക്കാമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾ AI ഉപയോഗിച്ചാലും യെസ് കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു തംബ്നെയിലിന്റെ കാര്യത്തിലും അത് ബാധകമാണ്. അപ്പൊ എന്റെ ഒരു ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് യൂട്യൂബ് അവിടെ പറഞ്ഞിട്ടുള്ളത് കണ്ടന്റിനെ കുറിച്ചാണ്. ഇതിനോട് കൂടെ നമുക്ക് ടൈറ്റിൽ ഒരുപാട് AI ടൂൾ ഉപയോഗിക്കുന്നവരുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്നവരുണ്ട്, സ്ക്രിപ്റ്റ് വീഡിയോ തയ്യാറാക്കാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ AI യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെ AI നമ്മൾ യെസ് കൊടുക്കേണ്ടതുണ്ട്, തംബ്നെയിലിന്റെ കാര്യത്തിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോ എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ നിങ്ങൾ AI തംബ്നെയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ല. ഇവിടെ ഇപ്പൊ ഒരു കണ്ടന്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു വിധം എല്ലാ പ്രൊഫഷണൽ ചാനലുകളും അല്ലെങ്കിൽ എല്ലാവരും AI തംബ്നെയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്നും നടക്കാത്ത ഒരു കാര്യം നടന്നു എന്ന് തോന്നിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇപ്പൊ ഇവരുടെ ആ ഒരു ആർട്ടിക്കിളിൽ യെസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച് ചെയ്തു എന്നതുകൊണ്ട് യെസ് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇൻ കേസ് അതിലെന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ ഈ ഒരു ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങളെ അത് അറിയിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ അത് യെസ് കൂടി AI ഉപയോഗിച്ചു കഴിഞ്ഞ് നോ കൊടുത്താൽ യെസ് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോ കൊടുക്കാം. കാരണം കണ്ടന്റിനെ കുറിച്ചാണ് അവിടെ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതിനു മുന്നേ ഈ ഒരു തംബ്നെയിലിന്റെ കാര്യത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ ഒരു
കാഴ്ചപ്പാട്? അത് കൊടുക്കണമെന്നായിരുന്നു അതോ വേണ്ട എന്നായിരുന്നു? അത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്കത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കാരണം അത് എത്ര പേര് ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.